ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമലയിൽ സ്പോൺസർമാരെ നിയന്ത്രിക്കും, മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കും. കെ ജയകുമാർ. ശബരിമലയിൽ സ്പോൺസർമാരെ നിയന്ത്രിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. അതിനായി മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കും. സ്പോൺസേഴ്സിന് ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു. മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുവാനുള്ള നടപടി ക്രമങ്ങളിലേക്ക് കടന്നതായി ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുവാനുള്ള പ്രാഥമികമായ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് ആവശ്യമുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് തീരുമാനിച്ച ശേഷമാകും നടപടിയുണ്ടാവുക. നിലവിൽ സ്പോൺസർമാർ താൽപര്യം അറിയിച്ച് ദേവസ്വം ബോർഡിനെ സമീപിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അത്തരത്തിലുള്ള സാഹചര്യം വേണ്ട എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്നറിയുവാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് അറിയില്ല. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് അറിയില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പല പദ്ധതികളിലായി 43 കോടി ഇനിയും വിനിയോഗിക്കാനുണ്ട്. 59 കോടിയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ന്യൂനപക്ഷ ക്ഷേമത്തിനായി 2022 ശേഷം വിനിയോഗിക്കാതെ കിടന്നത് 199 കോടി രൂപയാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരായ UDF സമരത്തെ ജോർജ് കുര്യൻ വിമർശിച്ചു. UDF സമരം നടത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്ന് ലോക് ഭവന്റെ മുൻപിൽ UDF VBG റാംജി നിയമത്തിനെതിരെ സമരം നടത്തി. ഇന്നലെ LDF സമരം നടത്തിയിരുന്നു. മോദി വരുന്നതിന് മുൻപ് ഒരു വർഷം 36 തൊഴിൽ ദിനം മാത്രമായിരുന്നു കേരളത്തിൽ. 2012-13 വർഷത്തിൽ 33,000 കോടിയായിരുന്നു ആകെ വകയിരുത്തിയത്. 162 രൂപ ആയിരുന്നു അന്ന് കൂലി. 36-ൽ നിന്നും 125 ദിവസമായി വർദ്ധിപ്പിച്ചു. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കൊച്ചിയിൽ 10 രൂപയ്ക്ക് ഭക്ഷണം. ഇന്ദിരാ ക്യാന്റീനുകൾ ആരംഭിക്കും. തീവ്ര കൊതുക് നിവാരണ യജ്ഞം പ്രഥമ പരിഗണന. 21 കർമ്മ പദ്ധതികളുമായി കൊച്ചി കോർപ്പറേഷന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് കൊച്ചി മേയർ VK മിനിമോൾ വ്യക്തമാക്കി. ഈ വരുന്ന 50 ദിവസം 50 ദിന കർമ്മ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. തീവ്ര കൊതുക് നിവാരണ യജ്ഞമാണ് പ്രഥമ പരിഗണന. വിശപ്പ് രഹിത കൊച്ചിക്കായി ഇന്ദിരാ ക്യാന്റീനുകൾ ആരംഭിക്കും. 10 രൂപയ്ക്ക് ഭക്ഷണം നൽകും. പ്രാതലും രാത്രി ഭക്ഷണവും 10 രൂപ നിരക്കിൽ ലഭ്യമാക്കും. കോർപ്പറേഷന്റെ തന്നെ സമൃദ്ധി ക്യാന്റീനൊപ്പമായിരിക്കും ഇന്ദിരാ ക്യാന്റീനുകൾ ആരംഭിക്കുക. ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ചായിരിക്കും പരിപാടികൾ. ED വീണ്ടും കേരളത്തിൽ. തന്ത്രിയെ BJP പിന്തുണയ്ക്കുന്നത് എന്തിന്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ പോരാട്ടം കനക്കും. സംസ്ഥാനം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മുന്നണി നേതാക്കളും സ്വർണ്ണക്കൊള്ളയെ എതിരാളികളെ ആക്രമിക്കുവാനുള്ള ആയുധമാക്കി മാറ്റുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി പാട്ട് ഇടതുപക്ഷത്തെ ഏറെ പ്രകോപിപ്പിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ CPIM നേതാവും മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനുമായിരുന്ന E പത്മകുമാറും N വാസുവും അറസ്റ്റിലായി. ഇതോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ CPIMനെതിരെ കടുത്ത ആരോപണവുമായി രംഗത്ത് വന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പോലും ശബരിമല സ്വർണ്ണക്കൊള്ള കാരണമായെന്നായിരുന്നു റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. എന്തെങ്കിലും ശ്രമമുണ്ടായാൽ തിരിച്ചടിക്കും. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരസേനാ മേധാവി. അതിർത്തിയിൽ അസ്ഥിരത സൃഷ്ടിച്ചാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അതിർത്തിയിലെ ഡ്രോൺ സാന്നിധ്യം അനുവദിക്കാനാകില്ലെന്ന് പാകിസ്ഥാനെ അറിയിച്ചു. പാക് ചൈനീസ് സാമ്പത്തിക ഇടനാഴിയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞത്. അതിർത്തിയിൽ എന്ത് ആക്രമണമുണ്ടായാലും തിരിച്ചടിയുണ്ടാകുമെന്ന് പാകിസ്ഥാന് ദ്വിവേദി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയ്ക്ക് ഭീഷണിയായ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളിലും ഇന്ത്യൻ ആക്രമണമുണ്ടായെന്നും ജനറൽ ദ്വിവേദി പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പ്രതിഷേധം തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടൂരിലെ പോലീസ് ക്യാമ്പിലേക്ക് മാറ്റുവാൻ ആലോചന. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ അടൂരിലെ പോലീസ് ക്യാമ്പിലേക്ക് മാറ്റുവാൻ ആലോചന. പത്തനംതിട്ട ജില്ലയിലെ തുടർ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനം. നിലവിൽ പത്തനംതിട്ട AR ക്യാമ്പിലാണ് രാഹുൽ. പത്തനംതിട്ടയിലെ പോലീസ് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരെ ഈ കാര്യം അറിയിച്ചു.
രാഹുലിനെതിരെ വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ ഇന്നും ഉയർത്തിയത്. മാവേലിക്കര ജയിലിനും വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച തിരുവല്ല ജനറൽ ആശുപത്രിക്കും കോടതി വളപ്പിലും പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ രംഗത്തെത്തി. കോടതിക്ക് മുൻപിൽ നൂറുകണക്കിന് പേരാണ് രാഹുലിനെതിരെ മുദ്രാവാക്യവുമായി തടിച്ചുകൂടിയത്. പ്രതിഷേധം കണക്കിലെടുത്ത് വലിയ സുരക്ഷാ വിന്യാസമാണ് പോലീസ് നടത്തിയത്. ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പർണശാലകൾ കെട്ടി മകരവിളക്ക് ദർശിക്കുവാൻ തീർത്ഥാടകർ സന്നിധാനത്തും പരിസരത്തും തമ്പടിച്ചു തുടങ്ങി. മകരവിളക്ക് പ്രമാണിച്ച് ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകിട്ടോടെ സന്നിധാനത്തെത്തും. 2 ദിവസമായി പർണശാലകൾ കെട്ടി അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. പൊന്നമ്പലം മേട്ടിൽ നിന്നും മകരവിളക്ക് തെളിയുന്നത് കാണുവാൻ പറ്റുന്ന മേഖലകളിലാണ് ഭൂരിഭാഗം ഭക്തരും തമ്പടിച്ചിരിക്കുന്നത്. എരുമേലി പേട്ടത്തുള്ളൽ കൂടി കഴിഞ്ഞതോടെ തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്തേക്ക് മല ചവിട്ടി തുടങ്ങി. പന്തളം കൊട്ടാരത്തിൽ നിന്നും അയ്യപ്പനെ ചാർത്തുവാനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള യാത്ര ഇന്ന് വൈകിട്ടോടെ സന്നിധാനത്തെത്തും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.